ഹായ് ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EDPയിലെ സ്ഥിരമായി ചോദിക്കുന്നൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇൻസെൻറ്റീവ്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. അതായത് ബാക്ക്വേർഡ് ഏരിയകളിലെ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള ഇൻസെൻറ്റീവ് സ്കീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആദ്യം പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ക്യാപിറ്റലാണ് നമുക്ക് ആവശ്യമെങ്കിൽ, നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്, നമുക്ക് അതിനുള്ള സ്കില്ലും നോളജൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളൊരു ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടാക്കി നമുക്ക് ക്യാപിറ്റലാണ് ആവശ്യമെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ക്യാപിറ്റലാണ് ആവശ്യമെങ്കിൽ, സർക്കാർ എന്ത് ചെയ്യും? നമ്മളോട് ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ 60% അല്ലെങ്കിൽ 50% എത്രയാണോ നമ്മൾ ആവശ്യപ്പെടുന്നത്, ഒരു മിനിമം എമൗണ്ട് എന്തായാലും മാക്സിമം 50 to 60 അല്ലെങ്കിൽ 80% വരെയുള്ള സബ്സിഡി സർക്കാർ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചു തരും. അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ, അപ്പോൾ നമ്മളോട് എന്താ പറയും, ഇത്ര ശതമാനം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യും. അതിന് പ്രൊപ്പോർഷനേറ്റായിട്ടുള്ളൊരു ശതമാനം സർക്കാർ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചു തരും. അതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി എന്ന് പറയുന്നത്. രണ്ടാമത് സബ്സിഡൈസ്ഡ് കൺസൾട്ടൻസി സർവീസസ്. കൺസൾട്ടൻസി സർവീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷന് അല്ലെങ്കിൽ മറ്റു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻസ്, ഇങ്ങനത്തെ സംഗതികൾ, ഒരു ബിസിനസ്സിന് ആവശ്യമായ അസിസ്റ്റൻസുകൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ, നമുക്ക് വലിയ ഏജൻസിയെ വെച്ച് നടത്താനൊന്നും നമുക്ക് പ്രാപ്തരല്ലെങ്കിൽ, നമുക്ക് സർക്കാർ എന്ത് ചെയ്യും? അതിനും സബ്സിഡൈസ്ഡ് സർവീസ്, അതായത് സർക്കാരിൻ്റെ തന്നെ സംവിധാനങ്ങളെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞ ഫീസിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് തന്നെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. സബ്സിഡി ഫോർ മാർക്കറ്റ് സ്റ്റഡീസ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുകയാണ്. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ സ്കോപ്പ് എന്താണ്, അതിന് ഡിമാൻഡ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അത് നടത്താൻ ഒരു എന്താ പറയുക, ടെക്നിക്കലായിട്ട് നമുക്ക് നോളേജ് ഇല്ലാതെ വരികയും നമ്മൾ പുറത്തൊരു ഏജൻസിയെ ആശ്രയിക്കേണ്ട സമയത്ത് പുറത്ത് പ്രൈവറ്റ് ഏജൻസികൾക്കൊക്കെ നല്ല എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് പകരം ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാർക്കറ്റ് സ്റ്റഡി നടത്താൻ ഏജൻസികളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായല്ലേ? ഇപ്പോൾ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമുക്കത് അവസാനം ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളത്. അപ്പം മാർക്കറ്റ് സ്റ്റഡിക്കും എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാർ സബ്സിഡി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഷീനറി വാങ്ങാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ അത്രയും ടെക്നോളജി അക്വയർ ചെയ്യാൻ നമുക്ക് ഫിനാൻഷ്യലി കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, സർക്കാർ ഹയർ പർച്ചേസിൽ മെഷീനറികൾ തരും. അതായത് മെഷീനറി നമുക്ക് വാടകയ്ക്ക് ഉപയോഗിക്കാൻ തരും. വാടക എന്ന് പറയുന്നത് തുടക്കത്തിൽ കുറച്ച് കാലത്തേക്ക് സർക്കാർ എന്ത് ചെയ്യില്ല, 1-2 വർഷത്തേക്ക് അതിന് വാടക വാങ്ങില്ല എന്നല്ല, അത് 2 വർഷം കഴിഞ്ഞിട്ട് കുറേശ്ശെ ആ വാടക തിരിച്ചടച്ച് തുടങ്ങിയാൽ മതി. അതായത് 2 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പച്ച പിടിക്കാനുള്ള ഒരു സമയമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പച്ച പിടിച്ച് നമുക്ക് വരുമാനമൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം ആ വാടക കുറേശ്ശെ ആയിട്ട് എന്ത് ചെയ്താൽ മതി? തിരിച്ചടച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ വന്നു, നല്ല റവന്യൂ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പുറത്ത് പോയി നല്ല രീതിയിൽ പുതിയ മെഷീനറിയൊക്കെ വാങ്ങി നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, തിരിച്ച് പോകുമ്പോൾ നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് എന്തൊക്കെയാണോ വാടകയ്ക്ക് എടുത്തത് അതൊക്കെ തിരിച്ച് ഏൽപ്പിക്കുകയും അതുവരെ ഉപയോഗിച്ചതിൻ്റെ ആ നോമിനൽ ഫീ, അത് വളരെ ചെറിയൊരു സംഖ്യ സർക്കാരിന് കൊടുക്കുകയും വേണം. അത് നമുക്ക് സ്വന്തമായിട്ട് എടുത്തുകൊണ്ടാൻ പറ്റില്ല, നമ്മളത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അഞ്ചാമത് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആണ്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മറ്റു അത്യാവശ്യ സാധനങ്ങൾക്കുള്ള ഒരു തുടക്കക്കാർക്ക് നമ്മൾ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നൊരു സബ്സിഡിയാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. അതായത് ലാസ്റ്റ് പറയുന്നത് സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് എന്നാണ്. അതായത് നമ്മൾ നാട്ടിൽ കിട്ടാത്ത റോ മെറ്റീരിയൽ നമ്മൾ പുറമേ നിന്ന് വരുത്തുകയെന്ന് വിചാരിക്കുക, ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റോ മെറ്റീരിയലുകൾ വലിയ ആൾക്കാർ പെട്ടെന്ന് ഹൈ എമൗണ്ടിന് അവർ കോട്ട് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പോലെയുള്ള പാവപ്പെട്ട എൻ്റർപ്രണേഴ്സിന് ഇത്ര ശതമാനം റിസർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വുമൻസിനും റിസർവ് ചെയ്യുന്നുണ്ട്. ആ റിസർവേഷൻ കൊടുത്ത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ അവർ പുറത്തേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? മറ്റു വലിയ കമ്പനികൾക്ക് കൊടുക്കുകയുള്ളൂ. അത് ഈ സർക്കാർ നമുക്ക് വേണ്ടി നമ്മളിങ്ങനത്തെ ചെറുകിട ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു ഇൻസെൻറ്റീവാണ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഇൻസെൻറ്റീവ് സ്കീംസ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് കിട്ടുന്ന ടാക്സേഷൻ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? അതായത് മൈക്രോ ആൻഡ് സ്മോൾ യൂണിറ്റുകൾക്ക് കിട്ടുന്ന ടാക്സേഷൻ ബെനിഫിറ്റും എന്താണ്? ഒരു തരത്തിലൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിലാദ്യം പറയുന്നത് ടാക്സ് ഹോളിഡേ ആണ്.
ടാക്സ് ഹോളിഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മൈക്രോ ആൻഡ് സ്മോൾ യൂണിറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 80J ഓൺ ദ പ്രോഫിറ്റ് അറ്റ് 6%. അതായത് സെക്ഷൻ 80J പ്രകാരം മൈക്രോ ആൻഡ് സ്മോൾ മീഡിയംസ് കമ്പനികൾ, യൂണിറ്റുകളൊക്കെ എന്താണ്, ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ആനുവൽ ഇതിൻ്റെ 6% ഗ്രോത്തിൽ എന്താണ് മുകളിൽ അല്ലെങ്കിൽ താഴെയുള്ള കമ്പനികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, അപ്പോൾ ടാക്സ് ഹോളിഡേ ഓർത്ത് വയ്ക്കുക, സെക്ഷൻ 80J എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, പ്രോഫിറ്റ് അറ്റ് 6% എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ പറയുന്നത് മൈക്രോ സ്മോൾ യൂണിറ്റുകളാണ്. അതൊക്കെ ആ സെൻറ്റൻസിൽ ആഡ് ചെയ്തോളണം. രണ്ടാമത് ഡെവലപ്മെൻറ്റ് റീബേറ്റ് ആണ്. റിബേറ്റ് നമ്മൾ പിന്നെ ഈ ഓണക്കാലത്തൊക്കെയാണ് അധികമായിട്ട് ഈ റിബേറ്റിനെ കുറിച്ച് കേൾക്കല് അല്ലേ. ഓണച്ചന്ത എന്നൊക്കെ പറയില്ല, റിബേറ്റ്. ആ റിബേറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ അവൈലബിൾ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി അണ്ടർ സെക്ഷൻ 33. അപ്പോൾ സെക്ഷൻ 33 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 33 പ്രകാരം എന്താണ്, നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഈസ് 35% ഓഫ് കോസ്റ്റ് ഇഫ് പർച്ചേസ്ഡ് ബിഫോർ 1/4/1970 ആൻഡ് 25% ഇഫ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ആഫ്റ്റർ 1/4/1970. അതായത് 1/4/1900 മുമ്പ് പർച്ചേസ് ചെയ്ത മെഷീനറികൾക്കാണെങ്കിൽ 35% നിരക്കിൽ റീബേറ്റ് കിട്ടുമായിരുന്നു. നേരെ മറിച്ച് 1970 ഏപ്രിൽ 1 ശേഷമാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അതിന് 25% റിബേറ്റും കിട്ടും. അതും ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ടാക്സേഷൻ ബെനിഫിറ്റാണ്. നെക്സ്റ്റ്, റീഹാബിലിറ്റേഷൻ അലവൻസസ്. എന്താ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാക്കാണ് ഈയിടെ ആയിട്ട് അല്ലേ, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നന്നാക്കാൻ അല്ലെങ്കിൽ കേടുവന്ന സിക്ക് യൂണിറ്റുകളെ നന്നാക്കാനുള്ള സംവിധാനം. ദിസ് ഈസ് ഗ്രാൻഡഡ് ടു മൈക്രോ ആൻഡ് സ്മോൾ യൂണിറ്റ്സ് ഹൂസ് ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂഡ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. അതായത് എന്താ പറയുക, നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുടെ എന്താ പറയുക ക്ഷോഭം, ഇപ്പോൾ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഇങ്ങനെ എന്താണ് നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് മുടങ്ങിപ്പോയ ബിസിനസ്സുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൈക്രോ ആൻഡ് സ്മോൾ യൂണിറ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് റീഹാബിലിറ്റേഷൻ അലവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾഡ്. നമ്മൾ പുതിയ മെഷീനറി അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ 25% നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ എന്ത് ചെയ്യും, നമുക്ക് അലവൻസ് ആയിട്ട് തരും. ഓക്കെ, അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. മനസ്സിലായില്ലേ. നെക്സ്റ്റ്, പബ്ലിക്കേഷൻ ഓഫ് ബുക്സ്. നമ്മൾ ബുക്കൊക്കെ നമ്മൾ ബിസിനസ് ബുക്കിലാണെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഏരിയകളിലാണെങ്കിൽ SSI യൂണിറ്റ്സ് എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ബുക്സ് വിൽ ബി എൻടൈറ്റിൽഡ് എ ഡിഡക്ഷൻ ഓഫ് 25% ഓഫ് പ്രോഫിറ്റ് അണ്ടർ സെക്ഷൻ 80QQ. മനസ്സിലായില്ലേ. അതായത് നമ്മൾ ഇങ്ങനത്തെ ബുക്ക് പബ്ലിക്കേഷൻ ബിസിനസ്സുകളൊക്കെയാണ് നമ്മൾ നടത്തുന്ന ചെറിയ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ ടാക്സ് ഡിഡക്ഷനിൽ എന്താണ് 25% പ്രോഫിറ്റ് അണ്ടർ 80QQ പ്രകാരം 25% പ്രോഫിറ്റിൽ ഡിഡക്ഷൻ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒഴിവാക്കി തരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അതിന് പുറമെ എക്സൈസ് കൺസെഷൻസ് ഉണ്ട്. എക്സൈസ് കൺസെഷൻ എന്ന് പറയുന്നത് ദ SSI യൂണിറ്റ്സ് വിത്ത് ടേൺ ഓവർ അപ് ടു ₹3 crore ആർ എൻടൈറ്റിൽഡ് ടു കൺസെഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി. അതായത് 3 കോടി വരെ ടേൺ ഓവറുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് എന്താണ് എക്സൈസ് ഡ്യൂട്ടിയിൽ കൺസെഷൻ ഉണ്ട്. മനസ്സിലായല്ലേ. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇൻകം ടാക്സ് എക്സംഷൻ ഫോർ SSIs. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഇൻകം ടാക്സിലുള്ള എക്സംഷൻസ് എന്തൊക്കെയാണ്? മൈക്രോ ആൻഡ് സ്മോൾ enterprise operating in 53 backward districts in the country are entitled to 100% income tax exemptions. അതായത് 53 പിന്നോക്ക ജില്ലകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിനും എന്താണ് 100% ഇൻകം ടാക്സ് എക്സംഷൻസ് ആണ്. നമ്മളിപ്പോൾ 5 ലക്ഷത്തിലപ്പുറം എന്താണ് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം 30%, അല്ലേ. പക്ഷേ 53 ജില്ലകളിലെ എന്താണ് മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ് അതിന് എത്ര വരുമാനം ഉണ്ടെങ്കിലും അവർക്കൊക്കെ എന്താണ് 100% ഇൻകം ടാക്സ് എക്സംഷൻസ് ആണ്. ഇങ്ങനെ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സും സബ്സിഡീസും കൺസെഷൻസുമാണ് എന്ത്
കൂടുതൽ എൻ്റർപ്രണേഴ്സിനെ ആ മേഖലയിലേക്ക് ക്ഷണിക്കാനുള്ള കാരണം. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഇനി ഓരോ ഇൻഡസ്ട്രികളെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സിനെ കുറിച്ചാണ്. DIC, എല്ലാ ജില്ലകളിലുമുള്ള സർക്കാർ കാര്യാലയമാണ് DIC എന്ന് പറയുന്നത്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്. ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ DIC ഓഫീസുകളുണ്ട്. നമുക്കും ഉണ്ട് ഒരു DIC ഓഫീസ്. മലപ്പുറം കളക്ട്രേറ്റിലാണ് DIC ഓഫീസ് ഉള്ളത്. ഓക്കെ, DICs were established to cater the needs of small units. ചെറുകിട വ്യവസായികളുടെ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകളുടെ നോക്കി നടത്തിപ്പിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ആയതാണ് DICs എന്ന് പറയുന്നത്. ഓരോ ജില്ലയിലെ ചെറുകിട വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്ഥാപനമാണ് DIC എന്ന് പറയുന്നത്. They are envisaged as a single window interacting agency with the entrepreneur at a district level. ഓരോ ജില്ലാ തലത്തിൽ പിന്നെ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് സർക്കാരുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സിംഗിൾ വിൻഡോ ഇൻട്രാക്ടിങ് ഏജൻസിയാണ് DIC എന്ന് പറയുന്നത്. അതായത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ മാറി വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, ഇതൊക്കെ എൻ്റർപ്രണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ജില്ലാതലത്തിലുള്ള ഒരു ഏജൻസിയാണ് DIC എന്ന് പറയുന്നത്. ദ പ്രോസ്പെക്റ്റീവ് സ്മോൾ എൻ്റർപ്രണേഴ്സ് വുഡ് ഗെറ്റ് ഓൾ അസിസ്റ്റൻസ് ഫ്രം DIC ഫോർ സെറ്റിംഗ് അപ്പ് ആൻഡ് റണ്ണിങ് ദ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഇങ്ങനത്തെ ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ എൻ്റർപ്രണേഴ്സിനൊക്കെ ഈ DIC ആ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാനും അത് റൺ ചെയ്യാനും, അതായത് ഇങ്ങനത്തെ റൂറൽ ഏരിയാസിലാണെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യാനും റൺ ചെയ്യാനുമുള്ള അസിസ്റ്റൻസ് തരും? DIC പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് DIC എന്ന് പറയുന്നത്. DICയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതിൽ ആദ്യം പറയുന്നത് ഐഡൻറ്റിഫൈസ് ആൻഡ് ഡെവലപ്പ് ന്യൂ എൻ്റർപ്രണേഴ്സ് ബൈ കണ്ടക്ടിങ് EDPs. അതായത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് പുതിയ എൻ്റർപ്രണേഴ്സിനെ കണ്ടെത്തുകയും അവരെ ഡെവലപ്പ് ചെയ്യുകയാണ് DICയുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെക്നിക്കൽ അഡ്വൈസ് ടു ന്യൂ എൻ്റർപ്രണേഴ്സ് ഫോർ സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ്. നല്ല പ്രോജക്റ്റുകൾ എങ്ങനെ ആ ജില്ലയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏരിയയിൽ സക്സസ് ആവുന്ന നല്ല നല്ല പ്രോജക്റ്റുകൾ എങ്ങനെയാണ് എന്ന് സെലക്ഷൻ നടത്താനുള്ള ടെക്നിക്കൽ അഡ്വൈസസ് പുതിയ എൻ്റർപ്രണേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് DICയുടെ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇറ്റ് ഇഷ്യൂസ് പ്രൊവിഷണൽ SSI രജിസ്ട്രേഷൻസ്. നമ്മൾ ഇനി SSI രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകൾ ഡിസ്കസ് ചെയ്യും. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് SSI രജിസ്ട്രേഷൻ്റെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ കമ്പനികൾക്കും കൊടുക്കുന്നത് DIC ആണ്. സാങ്ഷൻ മാർജിൻ മണി ലോൺ, അതായത് അവരുടെ അണ്ടറിൽ ലോണുകൾ പാസ്സാക്കാൻ DICക്ക് മാത്രമേ അനുവാദമുള്ളൂ. ടേക്ക് ഇനീഷ്യേറ്റീവ് ടു ഗെറ്റ് ക്ലിയറൻസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു ഗെറ്റ് സ്പീഡി. അതായത് വേഗത്തിൽ കാര്യങ്ങൾ നടത്താൻ മറ്റു ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നൊക്കെ ക്ലിയറൻസ് കിട്ടാൻ ചെറുകിട വ്യവസായികളെ അധികം കാത്തു നിൽപ്പിക്കാതെ, അവരെ മടുപ്പിക്കാതെ അല്ലെങ്കിൽ വെറുപ്പിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കലും DIC ആണ്. അറേഞ്ചസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വില്ലേജ് ആർട്ടിഷ്യൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഫ്രം ദ ലീഡ് ബാങ്ക്സ്. അതായത് ലീഡ് ബാങ്കിൽ നിന്നും വില്ലേജ് ആർട്ടിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജിലുള്ള കലാകാർ, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ്, കൈത്തറി അല്ലെങ്കിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യലും DICയുടെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഹെൽപ്സ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ സെയിൽസ് ടാക്സ് ലോൺ, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സെയിൽസ് ടാക്സ് ലോണുകൾ ചെറുകിട വ്യവസായികൾക്ക് വാങ്ങിക്കൊടുക്കാൻ സഹായിക്കും. ഹെൽപ്സ് SSI യൂണിറ്റ്സ് ടു ഗെറ്റ് സബ്സിഡീസ്. സർക്കാരിൻ്റെ വിവിധ സബ്സിഡികൾ SSI യൂണിറ്റുകൾക്ക് കിട്ടാൻ DICകൾ സഹായിക്കും. ഗീവ്സ് ട്രെയിനിങ് ടു റൂറൽ എൻ്റർപ്രണേഴ്സ്. റൂറൽ ഏരിയയിൽ നിന്നും വരുന്ന എൻ്റർപ്രണേഴ്സിനാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, അതിൻ്റെ ടിപ്സുകളും മറ്റും കാര്യങ്ങളും അവരെ ഒരു പ്രാപ്തരാക്കിയെടുക്കാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ DIC കൊടുക്കുന്നുണ്ട്. ഇംപ്ലിമെൻറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്. ഒരാളെ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് DICയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് DICനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.